വലിയ തത്വശാസ്ത്രമൊന്നും പറയേണ്ടതില്ല കേട്ടോ, മനുഷ്യ സ്നേഹത്തിന്റെ ഈ കാര്യം പറയാൻ. അപ്പൊ അവിടെ മുക്കുവരും ക്രൈസ്തവരും ഒക്കെയാണ് ഉള്ളത്, കുറെ മുസ്ലിങ്ങളും എല്ലാം. അപ്പൊ അവരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ദിവസേന കടലിൽ പോകുന്നവരല്ലേ, നിങ്ങൾ ആ കടലിൽ പോകുന്ന സമയത്ത് ഹിന്ദുവായ മത്സ്യംപിടുത്തക്കാരനും ക്രൈസ്തവനായ മത്സ്യംപിടുത്തക്കാരനും മുസ്ലിമായ മത്സ്യംപിടുത്തക്കാരനും 3 തരം കടൽ കാണുന്നുണ്ടോ? ഇല്ലെന്ന് അവർ പറയാം. അവരുടെ മുമ്പിൽ സാധാരണ മനുഷ്യന് മുമ്പിലിരിക്കുകയാണ്. നമ്മളെ പോലെയുള്ള അടൂർ ഭാസി പറഞ്ഞ പോലെ വിദ്യാഭ്യാസം പഠിച്ചവരൊന്നുമല്ല, സാധാരണ മനുഷ്യരാണ്. അപ്പൊ അവര് ഇല്ല, ഒറ്റക്കടലാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ കടലിൽ ഒറ്റക്കടലിനെ കാണുമ്പോൾ ഭൂമിയിൽ വരുമ്പോൾ എന്താണിത്? പലതരം മനുഷ്യ സമൂഹമായി മാറുന്നത്. അവിടെ നിങ്ങൾ ഒരു തോണിയിൽ ഹൈന്ദവനും ക്രൈസ്തവനും മുസ്ലിമും ഒരു തോണിയിൽ കയറി ഈ ഇവിടത്തെ മത്സ്യങ്ങളെ മുഴുവൻ പിടിച്ച് കടലിൽ നിന്ന് ഇറങ്ങി ഭൂമിയിലെത്തുമ്പോഴേക്ക് നിങ്ങൾ 3 തരം മനുഷ്യരാകുന്നത് എങ്ങനെ? നിങ്ങൾക്ക് നിങ്ങളുടെ ആകാശത്തെ സാക്ഷി നിർത്തി വെള്ളത്തിന്റെ മുകളിൽ നിങ്ങൾക്ക് ദൈവം വിധിച്ച ഈ തൊഴിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തൊരു ആന്തരമായ മാനവിക ഐക്യമുണ്ടോ? ആ മാനവിക ഐക്യം ഭൂമിയിലെ ഏത് പ്രകോപനത്തിന്റെ മുമ്പിലും നിലനിർത്തുക എന്നുള്ളത് നിങ്ങളുടെ കടമയാണ്. ഇതാണ് ഈ സ്നേഹത്തിന്റെ ലോജിക്ക് എന്ന് പറയുന്നത്. ഇതാണ്.